സദൃശവാക്യങ്ങൾ 8:35 വാക്യം. എന്നെ കണ്ടെത്തുന്നവൻ ജീവനെ കണ്ടെത്തുന്നു, അവൻ യഹോവയുടെ കടാക്ഷം പ്രാപിക്കുന്നു. ദൈവത്തെ കണ്ടുമുട്ടിയാൽ ജീവനും കടാക്ഷവും ലഭ്യമാണ് എന്നൊരു വിഷയമാണ് നാം ചിന്തിക്കുന്നത്. കൂടപ്പിറപ്പുകളെ, ഒരു മനുഷ്യന്റെ മുൻപിൽ ജീവനുള്ള ദൈവം അവൻ തന്നെ തിരഞ്ഞെടുക്കേണ്ടതിന് അവന്റെ മുൻപിൽ വച്ചിരിക്കുന്ന കാര്യങ്ങളാണ് ജീവനും കടാക്ഷവും, പ്രാണഹാനിയും മരണവും. ഇതിൽ ഏത് വേണമെങ്കിലും ഒരുവന് തിരഞ്ഞെടുക്കാം. ആ തിരഞ്ഞെടുപ്പിലായിരിക്കും അവൻ്റെ നിത്യത അവൻ എവിടെ ചിലവഴിക്കും എന്നത്. പഴയ നിയമത്തിൽ വാഗ്ദത്ത ദേശത്ത് പാർത്ത് യഹോവയായ ദൈവത്തിൻ്റെ മക്കളായി ജീവിക്കേണ്ടതിന് തിരഞ്ഞെടുത്ത് മിസ്രയീം എന്ന അടിമ വീട് ഉപേക്ഷിച്ച് പെസഹ ഭക്ഷിച്ച് ഇറങ്ങി പുറപ്പെടുകയും ചെങ്കടൽ സ്നാനം കടന്ന് മരുഭൂമിയിലെ ആരാധനയ്ക്കായി പ്രവേശിക്കപ്പെടുകയും മോശയുടെ നേതൃത്വത്തിലും അത്യന്തികമായ ദൈവിക പരിപാലനത്തിലും നടത്തപ്പെടുന്ന ദൈവജനത്തിന് അവർ തിരഞ്ഞെടുത്ത് സ്വന്തമാക്കണം എന്ന് ദൈവം ആഗ്രഹിച്ചത് ജീവനും അനുഗ്രഹവുമായിരുന്നു. എന്നാൽ എനിക്കത് വേണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കുവാനും തിരഞ്ഞെടുക്കുവാനുമുള്ള അവകാശം നീതിമാനായ ദൈവം തൻ്റെ ജനത്തിന് കൊടുത്തിരുന്നു. ഏത് വേണമെങ്കിലും മനുഷ്യന് തിരഞ്ഞെടുക്കാം. ദൈവം ആരെയും ഒന്നും അടിച്ചേൽപ്പിക്കുകയില്ല. താൻ ആഗ്രഹിച്ചത് തന്നെ തിരഞ്ഞെടുക്കുന്ന മനുഷ്യനെ പരിശുദ്ധനായ ദൈവം അവൻ തെറ്റിപ്പോകുമ്പോഴോ തെറ്റിലേക്ക് പോയി തൻ്റെ ജീവനെയും അനുഗ്രഹത്തെയും നഷ്ടപ്പെടുത്തി കളയാനുള്ള സാധ്യതകളിലേക്ക് തിരിയാൻ ശത്രുവിനാൽ അവൻ പ്രലോഭിപ്പിക്കപ്പെടുമ്പോഴോ പ്രേരിപ്പിക്കപ്പെടുമ്പോഴോ അതിലേക്ക് അറിഞ്ഞോ അറിയാതെയോ നീങ്ങുമ്പോഴോ ബാലശിക്ഷ കഴിച്ച് മടക്കി വരുത്താറുണ്ട്. തിരഞ്ഞെടുപ്പിനുള്ള സ്വാതന്ത്ര്യം മനുഷ്യന് ദൈവം നൽകിയത് ദൈവത്തിൻ്റെ ഉന്നതമായ നീതിയെ വെളിപ്പെടുത്തുന്നു. ഇതാ, ഞാൻ ഇന്ന് ജീവനും ഗുണവും മരണവും ദോഷവും നിന്റെ മുൻപിൽ വെച്ചിരിക്കുന്നു. ജീവനും മരണവും അനുഗ്രഹവും ശാപവും നിങ്ങളുടെ മുൻപിൽ വെച്ചിരിക്കുന്നു എന്നതിന് ഞാൻ ആകാശത്തെയും ഭൂമിയെയും ഇന്ന് സാക്ഷി വയ്ക്കുന്നു. അതുകൊണ്ട് നീയും നിന്റെ സന്തതിയും ജീവിച്ചിരിക്കേണ്ടതിനും യഹോവ നിന്റെ പിതാക്കന്മാരായ അബ്രഹാമിനും ഇസഹാക്കിനും യാക്കോബിനും കൊടുക്കുമെന്ന് സത്യം ചെയ്ത ദേശത്ത് നീ പാർപ്പാൻ തക്കവണ്ണം നിന്റെ ദൈവമായ യഹോവയെ സ്നേഹിക്കുകയും അവൻ്റെ വാക്ക് കേട്ടനുസരിക്കുകയും അവനോട് ചേർന്നിരിക്കുകയും ചെയ്യേണ്ടതിനും ജീവനെ തിരഞ്ഞെടുത്തുകൊള്ളുക. അതല്ലോ നിനക്ക് ജീവനും ദീർഘായുസ്സും ആകുന്നു. ഈ വായിച്ചു കേട്ട വാക്യങ്ങൾ ആവർത്തന പുസ്തകം 30-ാം അധ്യായത്തിൽ ദൈവം തൻ്റെ ജനത്തിന് കൊടുക്കുന്ന ശക്തമായ നിർദ്ദേശങ്ങളാണ്. പ്രിയരെ, ജീവൻ എന്തെന്നും മരണം എന്തെന്നും പുതിയ നിയമ സുവിശേഷ സത്യങ്ങൾ മനുഷ്യന് ദൈവം സുവിശേഷകന്മാരിലൂടെ വ്യക്തമാക്കി നൽകിയിരിക്കുന്നു. ഇന്ന് ജീവനെ തിരഞ്ഞെടുക്കുന്നവർ അവർക്കുള്ള തിരഞ്ഞെടുപ്പിൻ്റെ അവകാശം നന്നായി ഉപയോഗിക്കുന്നവരാണ്. എന്നാൽ മരണവും ദോഷവും ശാപവും തിരഞ്ഞെടുക്കുന്നവരാണ് ഭൂമിയിൽ ഏറെയുള്ളത് എന്നത് ഒരു നഗ്ന സത്യമാണ്. തനിക്കുള്ള ജീവനെ കാക്കുവാൻ ഏവരും ശ്രദ്ധയുള്ളവരും അതിനുവേണ്ടി എന്തും ചെയ്യുന്നവരുമാണ്. എന്നാൽ ഏത് ജീവനെയാണ് അവർ കാക്കുന്നത് എന്ന് തിരിച്ചറിയുന്നുണ്ടോ എന്നത് ഏറെ സംശയകരമാണ്. ദൈവിക ജീവനെ കണ്ടെത്തിയവർ ആത്മീക ജീവനിലേക്ക് പ്രവേശിക്കപ്പെട്ടവരായ ദൈവമക്കൾ ദൈവിക വഴിയിൽ നടക്കുന്നത്
ഏറെ ശ്രദ്ധയോടെയും കരുതലോടെയുമായിരിക്കണമെന്ന് ശക്തമായി ദൈവവചനം ഉപദേശിക്കുന്നുണ്ട്. അങ്ങനെയായാൽ അത് അവനെ കൊണ്ടു ചെന്നെത്തിക്കുന്നത് സന്തോഷ പരിപൂർണതയിലേക്കും ദൈവപ്രസാദത്തിലേക്കുമാണ് എന്ന് നാം തിരിച്ചറിയണം. ജീവനെ കണ്ടെത്തിയവർ അവർ യഹോവയുടെ കടാക്ഷം പ്രാപിക്കണം. ദൈവത്തിന്റെ വചനം പറയുന്നു, എന്നെ കണ്ടെത്തുന്നവൻ ജീവനെ കണ്ടെത്തുന്നു, അവൻ യഹോവയുടെ കടാക്ഷം പ്രാപിക്കുന്നു. പ്രിയരെ, ജീവനെ കണ്ടെത്തിയവർ, ജീവന്റെ മാർഗത്തിൽ നടക്കുന്നവർ, അവർ ഒഴിഞ്ഞു മാറി വന്നത് മരണ വഴിയിൽ നിന്നാണ്. അവർ നിത്യമരണത്തെ ഒഴിഞ്ഞിരിക്കുന്നു. അവരുടെ മേൽ യഹോവയുടെ ദൃഷ്ടിയുണ്ട്. അവർക്ക് ദൈവപ്രസാദം ലഭിക്കുവാനിടയാകും. അവരാണ് യഥാർത്ഥ ഭാഗ്യവാന്മാർ. സദൃശവാക്യങ്ങൾ വായിക്കുന്നു, നീതിയുടെ മാർഗത്തിൽ ജീവനുണ്ട്, അതിൻ്റെ പാതയിൽ മരണം ഇല്ല. വഴിയും സത്യവും ജീവനുമായി യേശുക്രിസ്തുവിന്റെ മാർഗമാണ് നീതിയുടെ മാർഗമെന്നത്. ആ മാർഗത്തിൽ നടക്കുന്നവർക്ക് ജീവൻ അവകാശമാക്കുവാൻ, ജീവൻ നിലനിർത്തുവാൻ കഴിയുകയുള്ളൂ. അവർക്ക് മാത്രമേ യഹോവയുടെ കടാക്ഷം ലഭിക്കുകയുള്ളൂ. കടാക്ഷം എന്ന വാക്കിനർത്ഥം ഉല്ലാസം, പ്രസാദം, പ്രിയം എന്നൊക്കെയാണ്. ജീവന്റെ പാതയിൽ നടക്കുന്നവന് മരണമില്ല. എന്നേക്കും ജീവിക്കുവാനുള്ള നിത്യജീവനാണ് അവനിൽ ദൈവം പകർന്നു നൽകിയിരിക്കുന്നത്. 1 യോഹന്നാന്റെ ലേഖനത്തിൽ വായിക്കുന്നു, പുത്രനുള്ളവന് ജീവനുണ്ട്, പുത്രനില്ലാത്തവന് ജീവൻ ഇല്ല. കുടപ്പുറപ്പുകളെ, ജീവനെ തിരഞ്ഞെടുത്തുവോ? മരണത്തെ തിരഞ്ഞെടുത്തുവോ? ഇന്ന് പകലിൽ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളോട് ചോദിക്കുന്ന ഈ ചോദ്യങ്ങൾക്ക് നമുക്ക് എന്ത് മറുപടി പറയാനാകും? നിങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്നത് ജീവനെയാണോ മരണത്തെയാണോ? തിരഞ്ഞെടുപ്പിനുള്ള അവകാശം നിങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടോ? നിങ്ങൾ ജീവൻ തിരഞ്ഞെടുത്തുവെങ്കിൽ ആ ജീവൻ നഷ്ടപ്പെടുത്താതെ നിലനിർത്തുവാൻ നിങ്ങൾ ശ്രദ്ധിക്കുകയും വേണം. ജീവനെ പ്രാപിച്ചാൽ, ആ ജീവനെ നിങ്ങൾ നിലനിർത്തിയാൽ മരണവഴി ഒഴിഞ്ഞു മാറി എന്ന് മാത്രമല്ല, യഹോവയുടെ കടാക്ഷം ഇവിടെയും അവിടെയും പ്രാപിച്ചനുഭവിക്കുവാൻ ഇടയാകും. അങ്ങനെയൊരു അനുഗ്രഹീതമായ ശ്രദ്ധയോടുകൂടിയുള്ള ജീവിതം നയിക്കുവാൻ ഇന്ന് പകലിലും എല്ലാ പ്രിയപ്പെട്ടവരെയും പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ. പ്രാർത്ഥനയ്ക്കായി നമ്മുടെ കണ്ണുകളെ നമുക്ക് അടയ്ക്കാം. മഹാപരിശുദ്ധനും നിത്യനുമാകുന്ന സ്വർഗീയ പിതാവേ, ഞങ്ങളുടെ മുൻപിൽ വെച്ചിരിക്കുന്ന തിരഞ്ഞെടുപ്പ്, ആ തിരഞ്ഞെടുപ്പ് ഞങ്ങൾ ഏത് തിരഞ്ഞെടുക്കും എന്ന് കർത്താവ് ശ്രദ്ധയോടെ നോക്കിക്കൊണ്ടിരിക്കുന്നല്ലോ. ഞങ്ങൾ ജീവനെ തിരഞ്ഞെടുക്കുവാൻ തന്ന ഭാഗ്യപദവിക്കായി നന്ദിയോടെ സ്തോത്രം. അതുകൊണ്ട് തന്നെ കർത്താവിൻ്റെ ദൃഷ്ടി ഞങ്ങളുടെ മേലുണ്ട്. അങ്ങ് ദൃഷ്ടി വെച്ച ആലോചന അങ്ങനെയുള്ള ദൈവമക്കൾക്ക് പറഞ്ഞു കൊടുക്കുന്നവനാണ് തിരുവചനം ഞങ്ങൾക്ക് ഉറപ്പു തരുന്നത്. വചനം കേൾക്കുന്ന ആരെങ്കിലും ജീവനെ തിരഞ്ഞെടുത്തിട്ടില്ലെങ്കിൽ, ദൈവത്തിൻ്റെ കടാക്ഷം അവർ പ്രാപിച്ചിട്ടില്ലെങ്കിൽ, കർത്താവേ, മരണ വഴി വിട്ടുമാറി ജീവന്റെ വഴിയിലേക്ക് പ്രവേശിക്കുവാൻ, ദൈവത്തിൻ്റെ കടാക്ഷം പ്രാപിക്കുവാൻ അവർക്കിടയാകണമേ എന്ന് ആഗ്രഹിച്ച ഇപ്പോൾ അടിയൻ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശക്തിയാൽ നിന്റെ കുഞ്ഞുങ്ങൾ വിടുവിക്കപ്പെടട്ടെ, അനുഗ്രഹിക്കപ്പെടട്ടെ. ഇന്ന് പകലിൽ ദൈവപ്രസാദം പ്രാപിച്ച് ജീവിക്കുവാൻ എല്ലാ പ്രിയപ്പെട്ടവരെ സഹായിക്കണമേ. സൗഖ്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്ന, ദൈവാലോചനയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന ആരെങ്കിലും ഇന്ന് പകലിൽ വചനം കേട്ട് ഇപ്പോൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നെങ്കിൽ കർത്താവേ, അവർക്ക് സൗഖ്യം കൊടുക്കണമേ, അവർക്ക് ദൈവ ആലോചന കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടവൻ കൃപയ്ക്കായി സ്തോത്രം. സകലതും ഞങ്ങൾക്ക് വേണ്ടി ജീവൻ തന്ന യേശു ക്രിസ്തുവിൻ്റെ ധന്യമായ നാമത്തിൽ താഴ്മയോട് അപേക്ഷിക്കുന്നു. ദയ തോന്നി കേൾക്കുമാറാകണമേ. ആമേൻ. പ്രിയരെ, വചനങ്ങളാൽ പരിശുദ്ധനായ കർത്താവ് എല്ലാവരെയും സഹായിക്കട്ടെ. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ വരവടുത്തിരിക്കുന്നതിനാൽ അവൻ്റെ വരവിന് വേണ്ടി നമുക്ക് ഒരുങ്ങി കാത്തിരിക്കാം. മാറാനാഥ.